എടപ്പാളിലെ ജൽജീവൻ പദ്ധതി പൂർത്തിയാകാൻ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. സമയം നീട്ടി നൽകണമെന്ന ആവശ്യവുമായി ജല അതോറിറ്റി. കണ്ടനകം IDTRനോട് ചേർന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന 2 കൂറ്റൻ ടാങ്കുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ജൽജീവൻ പദ്ധതിയുടെ ജോലികൾ നിശ്ചിത സമയത്തിനകം തീരില്ല. ഈ വർഷം ഏപ്രിലിലോ മെയിലോ ജോലികൾ പൂർത്തീകരിക്കാനാണ് നേരത്തെ നിർദ്ദേശം നൽകിയതെങ്കിലും പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാത്തതിനാൽ സമയം നീട്ടി നൽകണമെന്ന ആവശ്യവുമായി അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് ജല അതോറിറ്റി. ഈ വർഷം അവസാനത്തോടെ ജോലികൾ പൂർത്തീകരിച്ച് അടുത്ത വർഷം മാർച്ച് മാസത്തോടെ കമ്മീഷൻ ചെയ്യാനാണ് നിലവിലെ നീക്കം. പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഏതാനും സ്ഥലങ്ങളിൽ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കണ്ടനകം IDTRനോട് ചേർന്നുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന 2 കൂറ്റൻ ടാങ്കുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ചങ്ങരകുളത്തെ നിലവിലെ ടാങ്ക് പൊളിച്ച് പുതുക്കി പണിയേണ്ടതുണ്ട്. ഇതിന്റെ ജോലികൾ ഉടൻ ആരംഭിക്കും. ജോലികൾ പൂർത്തീകരിച്ചാൽ നരിപ്പറമ്പിൽ ഭാരതപ്പുഴയിൽ സജ്ജീകരിച്ച പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് ശുദ്ധജലം വിതരണം ചെയ്യും. നിലവിൽ ഭാരതപ്പുഴയിലെ തൃക്കണാപുരത്തു നിന്നാണ് ഈ മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. നരിപ്പറമ്പിലെ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ തൃക്കണാപുരത്തെ പമ്പിംഗ് സ്റ്റേഷൻ തവനൂർ പഞ്ചായത്തിലെ ജലവിതരണത്തിന് മാത്രമായി പരിമിതപ്പെടുത്തും. എടപ്പാൾ, വട്ടംകുളം, കാലടി, ആലങ്കോട്, നന്നമുക്ക് പഞ്ചായത്തുകളിലേക്ക് നരിപ്പറമ്പിലെ പദ്ധതി വഴിയാകും വെള്ളം എത്തിക്കുക. ഈ വർഷാവസാനത്തോടു കൂടി അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും ജൽജീവൻ മിഷൻ എന്ന പദ്ധതി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കങ്ങളുമില്ല. അതിന്റെ അവസാന ലാപ്പിലേക്ക് നമുക്കറിയാം, നമ്മുടെ ഹൈവേകളിലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ റോഡുകളിലുമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനിയും യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടാർ ചെയ്യാനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം ഈ വർഷാവസാനത്തോടു കൂടി പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പാണ് ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക് തന്നിട്ടുള്ളത്. പുഴയിൽ നിന്ന് പ്രധാന ടാങ്കുകളിൽ ശേഖരിക്കുന്ന ശുദ്ധജലം അതത് മേഖലകളിലെ മിനി പമ്പിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഓരോ മേഖലകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പഞ്ചായത്തുകളിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ. NCV ന്യൂസ്, എടപ്പാൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.